ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായിട്ടേ ഹോസ്പിറ്റലിൽ പോവാണ്. അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞില്ലായിരുന്നോ, അതിൻ്റെ സ്റ്റിച്ച് എടുത്തില്ലായിരുന്നു കേട്ടോ. ഡോക്ടർ പറഞ്ഞ് നിങ്ങളങ്ങ് തിരിച്ച് പോയിട്ട് എടുത്താൽ മതി, ഇങ്ങനെ ബൈ റോഡൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടാവുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ വന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ രാവിലെ ഹോസ്പിറ്റലിൽ പോയി. ലക്കിക്കും നന്ദയ്ക്കുമൊക്കെ വലിയ രസമൊന്നുമില്ല കേട്ടോ. ചൂട് അങ്ങോട്ട് സഹിക്കുന്നില്ല, അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവുന്നില്ല കേട്ടോ ചൂട്. ലക്കിയായി ഇരിക്കുന്നത് എന്തിനാണെന്നറിയോ, ഇവിടെ ഫ്രണ്ടിൽ വന്നിരിക്കാൻ വേണ്ടി ബഹളം വെച്ച്. ഞാൻ പറഞ്ഞു ഒരു 5 മിനിറ്റ് അവിടെ ഇരി, അത് കഴിഞ്ഞിട്ട് മോനെ വിളിക്കാമെന്ന്. അതിൻ്റെ സങ്കടത്തിലാണ് ഇരിക്കുന്നത്. 2 പേരോടും വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞതാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിലല്ലേ പോകുന്നത്, ഒരുപാട് വൈറൽ ഫീവറൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവരെ വീട്ടിൽ ഇരുത്തിയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 2 പേർക്കും വന്നേ പറ്റുള്ളൂ. അവർ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങത്തില്ല, അവർ വണ്ടിയിൽ തന്നെ ഇരുന്നോളാന്ന്. അവരും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇപ്പോൾ കുറേ ദിവസമായില്ലേ. അങ്ങനെ 2 പേരും കൂടെ കാഴ്ചയാണ് ഇറങ്ങിയിരിക്കുക ഞങ്ങളുടെ കൂടെ. ഇതാ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. നല്ല ഡോക്ടേഴ്സൊക്കെ കേട്ടോ. ഞങ്ങൾക്കൊക്കെ അസുഖമൊക്കെ വരുമ്പോൾ ഇങ്ങോട്ടാണ് വരുന്നത്. ഞങ്ങളൊരു 9:30 കഴിഞ്ഞപ്പം വീട്ടിലെത്തിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പറക്കി ഒതുക്കലും പണിയൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഞാൻ വിചാരിച്ചതിൻ്റെ അത്ര പൊടി ഒഴുക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയതിന് ശേഷം ഒരു 1-2 പ്രാവശ്യം മഴ പെയ്തിട്ടുള്ളേ. അപ്പോൾ അതിൻ്റേതായ ചെറിയ പൊടികളൊക്കെ അകത്തുണ്ട്, അത്ര തന്നെ. വേറെ വലിയ അഴുക്കായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുന്നതിന് മുന്നേ മറ്റേ തുണികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. ഇല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ കംപ്ലീറ്റ് പൊടി ഒഴുക്കമൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ ചെയ്തുകൊണ്ട് എന്തായാലും വലിയ പണിയൊന്നുമില്ല ഇപ്രാവശ്യം. ഞങ്ങളുടെ നാട്ടിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിങ്ങളെ കാണിച്ചില്ലായിരുന്നോ? അടിപൊളിയാട്ടോ, ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ. നമ്മളതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് തോന്നും നമ്മളേതോ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്ന ഒരു പ്രതീതിയാണ്. അത് കണക്കാണ് അവിടുത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നതും ഡോക്ടേഴ്സും എല്ലാം. പക്ഷേ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് അതുപോലൊന്നും ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും കാണാനില്ലേ. ഇതും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണേ. ഇങ്ങനൊരു സ്ഥലത്തെ ഇതുപോലൊരു ഹോസ്പിറ്റൽ വലിയ കാര്യം തന്നെയാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ എല്ലാ രോഗത്തിനുള്ളയും മരുന്നും ഉണ്ട്, ഡോക്ടേഴ്സും ഉണ്ട് കേട്ടോ. മറ്റേ ഓരോ സെക്ഷനായിട്ടാണ്. ഒരു അസുഖത്തിന് നമ്മളിപ്പോൾ കയറി ചെന്നാൽ പോലും ആ ഒരു ഹോളിൽ ഒരു 4-5 ഡോക്ടർ എന്തായാലും കാണും അതിനുള്ളത്. അമ്മാതിരി ഒരു ഹോസ്പിറ്റലായത് കേട്ടോ. ഈ ഹോസ്പിറ്റലിനടുത്തേ ഒരു തൈര് കടയുണ്ടേ. കടയായിട്ടല്ല, ആളൊരു വണ്ടിക്കകത്ത് സെറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ കടയിലെ തൈര് വടയില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ലക്കിക്കും നന്ദയ്ക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേണമെന്ന് കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റിച്ചൊക്കെ എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോവാണ്. ഇവിടെ പല സ്ഥലങ്ങളിൽ തൈര് വടയുണ്ട്, പക്ഷേ ഈ ആളുടേത് നല്ല ടേസ്റ്റാണ് കേട്ടോ. മുകളിൽ ഒരുപാട് മസാലയൊക്കെ ഇട്ട് നമ്മൾ സാധാ തൈര് വട തിന്നുന്നത് പോലല്ല, അകത്തൊരുപാട് കറിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ആളിനി ഗ്ലൗസൊക്കെ ഇട്ട് തരാത്തത് കൊണ്ടാണോന്ന് അറിയത്തില്ല, പിള്ളേർക്ക് ഈ കടയിലെ തൈര് വട മതി. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ മാർക്കറ്റിലോട്ട് പോയേ. അവിടെ നന്ദയ്ക്ക് ഷൂസ് എടുക്കണമായിരുന്നു. ഷൂസ് എടുക്കണമെന്ന് പറഞ്ഞാലേ എൻ്റെ വീഡിയോ നേരത്തെ മുതൽ കാണുന്നവർക്കറിയാം. ഞങ്ങൾ ഒരു ഷൂസ് വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുത്തത് ഓർക്കുന്നുണ്ടോ? അത് അവളുടെ അളവിനുള്ളത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചായിരുന്നേ. അങ്ങനെ ഞങ്ങൾ നാട്ടിലിരുന്നപ്പോൾ വിളിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഒരു 4-5 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്ന് എടുത്തോളാമെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങോട്ട് കടയിലോട്ട് വന്നതാണേ. ആ ചെരുപ്പ് വാങ്ങിച്ചത് നിങ്ങൾക്ക് ഓർമ്മ കാണും. ആദ്യം അവൾക്ക് ഒരുപാട് ചെറുതും വാങ്ങിച്ചിട്ട് പോയി. അവളുടെ കാല് ചെറുതാണ്, അത് മതിയെന്നും പറഞ്ഞിട്ട് അങ്ങ് വീട്ടിൽ കൊണ്ട് ചെന്നപ്പോൾ ആൾക്കത് വേണ്ട. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഇവിടെ അവളുടെ ആ ഒരു സൈസിനുള്ളതില്ല. പിന്നെ ഇവിടെ വെച്ചിട്ട് പോയതാണേ. എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.